അനുമോള് ശരത്തിനോട് പറയാണ്, ശരത്തേട്ടാ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഞങ്ങളുടെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ വർത്തമാനം പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് എല്ലാം വന്ന് വെറുതെ വന്ന് വായി നോക്കിയിരുന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാൾ. അതായത് നമ്മുടെ അക്ബറിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. വെറുതെ കിച്ചണിൽ കയറി വന്ന് അനുമോളെ ചൊറിയാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ അക്ബർ. ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങൾ കഴുകാനുണ്ടോ അല്ലെങ്കിൽ കഴുകി വെച്ച പാത്രത്തിൽ എന്തെങ്കിലും വൃത്തികേടുണ്ടെങ്കിൽ ഞാനത് കഴുകി തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നതെന്നാണ് അക്ബർ പറയുന്നത്. അങ്ങനെ ആര്യം വന്ന് അനുമോൾ പ്രശ്നം ഉണ്ടാക്കി അവസാനം അക്ബറിനോട് ഇവിടുന്ന് മാറിപ്പോകാൻ പറഞ്ഞു. പക്ഷേ അക്ബർ അവിടെ നിന്ന് പോകുന്നില്ല, അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശാരിക വിളിക്കുന്നുണ്ട്, അനുമോളെ ഈ തക്കാളി ചീഞ്ഞതാണോ എന്ന്. ഇവിടെ കുറച്ച് ചീഞ്ഞ് നാറുന്നുണ്ട്, ചീഞ്ഞ് നാറുന്ന സാധനങ്ങളൊക്കെ ഇവിടുന്ന് എടുത്ത് കളയണം ചേച്ചി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനുമോൾ പോയി ശാരിക ചേച്ചിനോട് പറയുന്നുണ്ട്, ഈ ചീഞ്ഞതൊന്നും കറിയിലിടണ്ട, അത് കറിയിലിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും ചേച്ചി, അതുകൊണ്ട് നമുക്കിത് മാറ്റി വെക്കാമെന്ന്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, എടി അനുമോളെ നിന്നെയല്ലേ ശാരിക ചേച്ചി വിളിക്കുന്നത്, പോന്ന് പറയുന്നുണ്ട്. ഞാൻ പോയിക്കോളാമെന്നും പറഞ്ഞിട്ട് നമ്മുടെ അനുമോൾ ശാരികേൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് നമ്മുടെ അനുമോളെ ചൊറിയാൻ വേണ്ടി റെന ഫാത്തിമ എത്തുന്നുണ്ട്. എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ അനുമോളുടെ പെർഫോമൻസിനെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. കൂടാതെ ഈ ബിഗ് ബോസ് സീസൺ 7 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളുടെ പേരും കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്.